നമസ്കാരം സർ. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മതം മാറ്റം നടന്നിട്ടുള്ളത് ഹിന്ദു മതത്തിലെ ജാതീയത അവസാനിപ്പിക്കാനും ജാതീയതയുടെ അടിച്ചമർത്തൽ അനുഭവിച്ച് മടുത്തിട്ടുമാണ്. അത് ഏറ്റവും കൂടുതൽ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കൺവെർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജാതീയതയാണ്. എന്ന് പറഞ്ഞാൽ ജാതീയതയെ അതിജയിക്കാനുള്ള ഒരു സമരമാർഗമെന്നോ അതിജീവന മാർഗമെന്നോ ഒക്കെയാണ് നമ്മുടെ മതപരിവർത്തനം. അതിനുവേണ്ടിയുള്ള ഏജൻസികൾ, മിഷനറിമാർ ഒക്കെ വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്നു. വിദേശ സഹായം അതിന് കിട്ടിയിരുന്നു. അത് ക്രിസ്ത്യാനിറ്റിക്കും ഇസ്ലാമിനും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ അടിസ്ഥാന വർഗത്തിന് അല്ലെങ്കിൽ സംവരണ വിഭാഗത്തിന് ഈ കൺവെർഷനോടുകൂടി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. മതപരമായ വിശ്വാസം, അനുഷ്ഠാനങ്ങളും രീതികളും ജീവിതവും സംസ്കാരവും ഒക്കെ കൺവെർട്ട് ചെയ്യുകയും എന്നിട്ട് അവർക്ക് സംവരണം ആവശ്യം വരുമ്പോൾ തിരിച്ചു വന്ന് ഞങ്ങൾ റീകൺവെർട്ട് ചെയ്തിരിക്കുന്നു എന്ന് രാജ്യത്തെ കള്ളസാക്ഷി കൊടുത്തിട്ട് കള്ളസാക്ഷി പറഞ്ഞിട്ട് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്നൊരു തട്ടിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് വ്യാപകമായി തീർന്നപ്പോൾ വന്ന ഒടുവിലത്തൊരു വിധി, മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നു എന്ന് കേട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ സാറ് പറയുമായിരിക്കും. ഇത്തരത്തിലുള്ള സംവരണ തട്ടിപ്പ്, മതപരിവർത്തന തട്ടിപ്പ് അവസാനിപ്പിക്കണം. അത് ഒരേ സമയം ദൈവത്തിനും രാജ്യത്തിനും എതിരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് സാർ ആ വിധിയുടെ വിശദാംശങ്ങൾ? അതിനു മുമ്പ് ഈ സംവരണം എന്ന് അല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഫോഴ്സ്ഫുള്ളായിട്ടുള്ള മതപരിവർത്തനം, അത് ഇസ്ലാമിൻ്റെയുണ്ട് ക്രിസ്ത്യാനിറ്റിയുണ്ട്. ഫോഴ്സ്ഫുൾ പിന്നെ ക്രിസ്ത്യാനിറ്റി വിശേഷിച്ചും എന്താണ് ഇത് ലാറ്റിനൈസേഷൻ വന്ന സമയത്ത് ഫ്രാൻസിസ് സേവിയറിൻ്റെ കാലത്ത് ഫോഴ്സ്ഫുള്ളാണ്. അങ്ങനെയാണ് ഈ കോസ്റ്റൽ ബെൽറ്റിലുള്ള മുക്കുവര വ്യാപകമായി ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആക്കിയത്. അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം അല്ല, ഫോഴ്സ്ഫുൾ തന്നെയായിരുന്നു. അവർക്ക് സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തും ഇതൊക്കെ തന്നെയായിരുന്നു. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ ജാതിപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി. മലയാളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു നോവൽ അത് OV വിജയൻ്റെ തലമുറകൾ എന്ന് പറയുന്ന നോവലാണ്. ആ തലമുറകളിൽ ഈ ജാതി വിവേചനം മതപരിവർത്തനത്തിലൂടെ നടക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണമുണ്ട്. ക്രിസ്ത്യാനിയാകുന്നുണ്ട്, ഇസ്ലാമാകുന്നുണ്ട്, യഹൂദനാകുന്നുണ്ട്, ഒരാൾ ബ്രാഹ്മണനും ആകുന്നുണ്ട്. തലമുറകൾ അതിൽ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യവും കൂടിയുണ്ട്. ഈ തലമുറകൾ, ഞാനത് എഴുതിയിട്ടുണ്ട്. ഈ തലമുറകളുടെ ഒരു കാലം ഞാൻ പാലക്കാട് ഉണ്ടായ സമയത്ത് ഞാനിതൊക്കെ 5 വിളക്ക് സ്ഥാപിച്ച സന്ദർഭത്തിലാണ് വരുന്നത്. ആ 5 വിളക്ക് സ്ഥാപിച്ച സന്ദർഭത്തിൽ അവിടെ ശ്രീനാരായണ ഗുരുദേവൻ എത്തിയിട്ടുണ്ട് പാലക്കാട്. പക്ഷേ ഒരുപാട് സംവിധാനങ്ങളെക്കുറിച്ചും ഒരുപാട് വ്യക്തികളെക്കുറിച്ചുമൊക്കെ തലമുറകളിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് ഒരു വാക്കുപോലും അതിൽ പരാമർശിച്ചിട്ടില്ല. അതിൽ ഗുരു അവിടെ വന്നിട്ടുണ്ടല്ലേ? ഗുരു ഉണ്ടായിരുന്നു. ഫിക്ഷൻ അല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിൽക്കാം, ചരിത്രമല്ലല്ലോ. അല്ല, അത് അങ്ങനെ പറയാം. പക്ഷേ എന്നാലും കോൺഗ്രസിനെ കുറിച്ച് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ചരിത്ര വസ്തുതകൾ പറഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതില്ലാതെ പോയത് എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ഞാൻ അതിപ്പോൾ നല്ലതാണെന്നോ ചീത്തയാണെന്നല്ല ഞാൻ പറയുന്ന, ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലെല്ലാം ഈ മതപരിവർത്തനം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും മതപരിവർത്തനം എന്തിനു വേണ്ടിയാണോ നടത്തിയത് അതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുന്നില്ല എന്നാണ് തലമുറകളിൽ സ്ഥാപിക്കുന്ന കാര്യം. കാരണം ബ്രാഹ്മണനായി കൺവേർട്ട് ചെയ്തവൻ ഗായത്രി ചെല്ലുമ്പോൾ ആ ഗായത്രിയുടെ ശ്രുതി തെറ്റിപ്പോകുന്നുണ്ട് എന്നാണ് വിജയൻ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സംഗതിയുണ്ട്. അതിൽ ക്രിസ്തു മതത്തിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടു, ഇസ്ലാം മതത്തിലേക്ക് താരതമ്യേന കുറവാണ്. അതിനകത്ത് ക്രിസ്തു മതത്തിലേക്ക് ഈ മതം മാറ്റം കൺവേർട്ട് ചെയ്യപ്പെട്ടവരും മതം മാറിയവർക്കാണ് ഇതിൻ്റെ ഇത് വന്നത്. അത് ഷെഡ്യൂൾ കാസ്റ്റിൽ നിന്ന് അങ്ങോട്ട് മാറി ക്രിസ്തു മതത്തിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അത് കഴിഞ്ഞതിന് ശേഷം
ഇവർ റീകൺവേർട്ട് ചെയ്തിട്ട് ജോലി മേടിക്കുകയാണ്, റീകൺവേർട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഓ, അങ്ങനെ റീകൺവേർട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയിട്ടുള്ള 2 പേരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ്, അത് ആരോപണം ഞാൻ കേട്ടു. 2 ബിജു, CPM-ല. ഓഹോ, 2 പേരുടെ പേരാണ് ഞാൻ ഈ പറയുന്നത്. റീകൺവേർട്ട് ചെയ്ത്. പക്ഷേ ഇവർ റീകൺവേർഷൻ നടത്തിയാലും ഇവർ പിന്തുടരുന്നത് ക്രിസ്തീയ ആചാരങ്ങളാണ്. രണ്ടുപേരും. ശരി. ഇടയ്ക്ക് ചിലപ്പോൾ ഇത് ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ കൊടിക്കുന്നിൽ ചിലപ്പോൾ ചന്ദനം തൊട്ടെന്നിരിക്കും. ഒക്കെ തട്ടിപ്പാണ് ഇതിനകത്ത് നടക്കുന്നത് മുഴുവനും. കാരണം അത് റീകൺവേർഷൻ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് എനിക്ക് മറ്റതിലേക്ക് പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. അത് അവനവനെ പറ്റിക്കുന്നു, രാജ്യത്തെ പറ്റിക്കുന്നു, ദൈവത്തെയും പറ്റിക്കുന്നു. അല്ല, എല്ലാവരെയും പറ്റിക്കുകയാണ്. ലോകത്ത് ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു കേസ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതി അത് മുഴുവൻ അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചു, തെളിവുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഈ 2 തരത്തിലുള്ള ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞു. ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്നറിയാമോ? ജാതി വ്യവസ്ഥയാണെന്ന് മാഷ് നേരത്തെ പറഞ്ഞു. ഓക്കെ, ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ജാതീയതയില്ല, ജാതി വ്യവസ്ഥ പാടില്ല. അത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് തോന്നുന്നു അല്ലേ? മതം മാറിയിട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെ പൊലേന് വേറെ പള്ളിയാണ്, പറയന് വേറെ പള്ളിയാണ്. അല്ല, അത് എന്തിനു കറുപ്പൻ മാഷെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ അദ്ദേഹത്തിൻ്റെ എന്താണ് കൊർണോലിയസ് എലിഞ്ഞിക്കൽ ലത്തീൻ ബിഷപ്പായിരുന്നു. അതെ, ഇവിടുത്തെ. അദ്ദേഹം കോട്ടയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് ബിഷപ്പായി പോയത്. അപ്പോൾ കോട്ടയത്ത് പറപ്പള്ളിയും പുലപ്പള്ളിയും സാധാരണ പള്ളിയും ഉണ്ട്. പറപ്പള്ളി എന്ന് പറഞ്ഞാൽ പറയൻ മാർഗം മാറിയേക്കണവരുടെ പള്ളി, പുലപ്പള്ളി എന്ന് പറഞ്ഞാൽ പുലയൻ മാർഗം മാറിയിട്ടുള്ളവരുടെ പള്ളി. ഈ പറപ്പള്ളിയിലും പുലപ്പള്ളിയിലും ഉള്ളവരിൽ ആ പള്ളികളിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനും ഇവരെ എത്തിക്കാനും അദ്ദേഹം 8 കൊല്ലം അവിടെ പരിശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ജീവചരിത്രത്തിൽ ആത്മകഥയിൽ എഴുതി വെച്ചേക്കാണ്, ഞാനതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന്. സാധാരണ പള്ളി എന്ന് പറഞ്ഞാൽ തറവാട്ടുകാരായി നേരത്തെ കൺവേർട്ട് ചെയ്യപ്പെട്ടു പോയവരാണ്. ഇത് തന്നെ ഇസ്ലാമിലും ഉണ്ട്. ഇസ്ലാമിൽ മതമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ജാതിയില്ല എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറത്ത് പറയാമെന്നല്ലാതെ അകത്തുണ്ട്. അകത്ത് പ്രാക്ടിക്കലി ഒരുപാടുണ്ട്, ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് പലർക്കും. അത് ഈ പറഞ്ഞ സാധനം കൃത്യമായിട്ടുണ്ട് സർ. അല്ല, പൂസലൻ എന്നാണ് അവർ പറയുന്നത്. പൂസലൻ എന്ന് പറഞ്ഞാൽ പുതു ഇസ്ലാം. ചില ആ പുതു ഇസ്ലാം മുഴുവൻ മുക്കുവര് കൺവേർട്ട് ചെയ്തതാണ്. അതാണ് അല്ലെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കൺവേർട്ട് ചെയ്തവരാണ്. സാറ് പറഞ്ഞ ഒരു തമാശ പറഞ്ഞ രസമായിരുന്നു. ഒരു ഒറ്റ സെക്കൻഡ്. അതായത് ചില വടക്കോട്ട് പോകുമ്പോൾ മലബാറിൽ ഒരു നഗരവും ഓരോ നഗരത്തിനും 2 പ്രദേശങ്ങളാണ്. ഒന്ന് കടപ്പുറത്തുകാർ, ഇപ്പുറത്ത് തറവാട്ടുകാർ. കടപ്പുറത്തുകാരും തറവാട്ടുകാരും. ഇനി വേറൊരു കൂട്ടത്തിൽ തമാശ, മുസ്ലിം ലീഗിനകത്ത് നമ്മുടെ തീരദേശത്ത് എന്ന് നോക്കിയാൽ എല്ലാ കമ്മിറ്റികളിലും 2 ഗ്രൂപ്പുണ്ട്. തറവാട്ടുകാരുണ്ട്, പൂസ്ലാന്മാരുണ്ട്. 2 വിഭാഗം, 2 ഗ്രൂപ്പാണ്. അല്ല, കൊച്ചിയിൽ എന്താണെന്നറിയാമോ? കൊച്ചിയിലകത്ത് ഇവിടുത്തെ സാധാരണ മുസ്ലിങ്ങളില്ല, സേട്ടുമാർ വന്നിട്ട് സേട്ടും കാക്കാനും എന്നാ പറയണ. സേട്ടുമാരെന്ന് പറഞ്ഞാൽ തറവാടികൾ, അവിടുന്ന് ഭയങ്കര കക്ഷികൾ, ഭയങ്കര ഇവരെ ലോക്കൽ മുസ്ലിംസിനെ കാക്കാന്മാരെന്നാ പറയുന്നത്. ഈ വിധിയുടെ വിധി ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ 2 തരത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ പറ്റുന്നത് നിയമത്തിന് നിരക്കുന്നതല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഞാൻ അവരുടെ ഒന്നും പേര് ഇപ്പോൾ പറയുന്നില്ല, പേര് പറയാനില്ല. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട വിധിയാവാൻ ഇടയില്ലല്ലോ അല്ലേ? ഇനി മറ്റു കോർട്ടുകൾക്കും അത് ബാധകമല്ലേ? അതെ. ഇത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. നമുക്ക് ലെജിസ്ലേഷൻ കൊണ്ടുവരാൻ പറ്റില്ല സാർ ഇതിനെ തടയാൻ വേണ്ടി ലെജിസ്ലേഷൻ എങ്ങനെ കൊണ്ടുവന്ന് കണ്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യാനും റീകൺവേർട്ട് ചെയ്യാനൊക്കെ മൗലികാവകാശമുണ്ട്. ഞാൻ ആദ്യം കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായി, റീകൺവേർട്ട് ചെയ്ത് ഹിന്ദുവായി, വീണ്ടും എനിക്ക് എൻ്റെ മനസാക്ഷി പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. എന്ത് ചെയ്യാൻ? ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകും. അപ്പം മനസാക്ഷി പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, ദളിത് ക്രൈസ്തവർ എന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ തിയോളജിയിൽ സങ്കല്പങ്ങൾക്ക് നിരക്കാത്തതല്ല. ഇസ്ലാമിലാണെങ്കിൽ അത് പറയാനുമില്ല. ബ്രദേഴ്സ് അല്ലേ?
സഹോദരങ്ങളല്ലേ. ആ സഹോദരങ്ങൾ ഇനി മറ്റതാണെങ്കിൽ തങ്ങൾ വരുന്നു, കെയ്യ് വരുന്നു, കോയ വരുന്നു, നഖ വരുന്നു, എല്ലാം ഉണ്ട്, എല്ലാം പലതരത്തിലുണ്ട്, ഒരുപാട് പേരുണ്ട്. അതിൽ കോയ നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 40-ലേറെ ചേർക്കാൻ പറ്റി പറഞ്ഞു. ഇല്ല, അത് മാത്രമല്ല, അതിനേക്കാൾ രസകരമായിട്ടുള്ളതുണ്ട്. നമ്മുടെ ഇതില്ലേ, എന്താണ്, ഈ പ്രമാണിമാരായ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർ ഈ സാധാരണ മുസ്ലിങ്ങൾ ആ പ്രദേശത്തേക്ക് കയറ്റില്ല. സൽമാൻ ഖുർഷിദിനെ പോലെയുള്ളവരൊന്നും അതിനകത്തേക്ക് കയറ്റില്ല. അപ്പോൾ ഈ പ്രമാണിത്വം വരുന്നുണ്ട്. പക്ഷേ ഇത് മതപരമായിട്ട് ഇത് അനുവദിക്കാൻ നിർവാഹമില്ല. കാരണം ആ മതത്തിൻ്റെ തിയോളജിയിലോ ആ മതത്തിൻ്റെ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റിലോ ഇതിന് ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അത് സ്റ്റിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയിൽ അത് നിലനിൽക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ അവർ വിശ്വസിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്ക്, കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ ഒരുമാതിരി സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം വിശ്വസിക്കുന്ന അവർ നമ്പൂരി മാർഗം മാറിയതാണെന്നാണ്. അത് ശരി. ഉള്ളിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ദൈവത്തെയും മനുഷ്യരെയും സമൂഹത്തെയും ഒരുപോലെ എന്ന് പറഞ്ഞാൽ മതപരമായി വിശ്വാസപരമായി അവർ മാറുമ്പോഴും സാമൂഹ്യമായി അവരിപ്പോഴും ഹിന്ദുക്കളായി ജീവിക്കുന്നു എന്നർത്ഥം. ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ എലമെൻറ്റ്സ് അവരുടെ ഉള്ളിലുണ്ട്. ഒരു കൂട്ടർക്ക് ബ്രാഹ്മണ്യം അതുണ്ട്. മതം മാറിയിട്ടില്ല അവർ. അല്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ഈ കുറേയേറെ ഈ ക്രിസ്ത്യാനികളെല്ലാം കുടുംബചരിത്രം എഴുതുന്നവരാണ്, മിക്കവാറും ക്രിസ്ത്യാനികൾ. ഞാൻ കുറേയേറെ കുടുംബചരിത്രങ്ങൾക്ക് അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചെയ്യാത്ത പാവമില്ല. അവരെല്ലാവരും പറയുന്നൊരു കാര്യം, മറ്റേ തോമസ് ലീഹ ഇവിടെ വന്നപ്പോൾ മതം മാറ്റിയ 6 7 വരുന്ന അല്ലെങ്കിൽ 9 വരുന്ന ബ്രാഹ്മണ തറവാട്ടുകാരിൽ പെട്ടതാണെന്നാണ് അവരെല്ലാം പ്രത്യേകം പറയുന്നുണ്ട്. അത് സ്ഥാപിക്കലാണ്. ഈ കുടുംബചരിത്രത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അത് സ്ഥാപിക്കലാണ്, തീർച്ചയായിട്ടും. അല്ലാതെ വേറെ ഒന്നും സ്ഥാപിക്കലൊന്നുമല്ല. ഈ കോടതി വിധി ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന് എന്ത് ഗുണം? രാജ്യത്തിന് വലിയ ഗുണം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺവേർഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകിൽ സുപ്രീം കോടതി ഇതിങ്ങനെ അല്ല എന്ന് പറയണം. അങ്ങനെ അല്ല എന്ന് പറയുന്നവരെ ഈ വിധി എവിടെയും കൂട്ടി ചെയ്യപ്പെടില്ലേ? തീർച്ചയായിട്ടും. അതുവരെ അത് മതിയല്ലോ, അത് മതി. അങ്ങനെയല്ല, അത് തന്നെയല്ല, സാധാരണ ദളിതന് കിട്ടേണ്ട അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ അവകാശങ്ങളും ഇവരും നിഷേധിക്കുകയാണ്. ആരെങ്കിലും ഇനിയിപ്പോൾ അത് പൊക്കിപ്പിടിച്ച് സുപ്രീം കോടതി പോവോ? അത് കാണാൻ അല്ല, അത് പോകുകയാണെങ്കിൽ തന്നെ ഒരു തീരുമാനം വരുമല്ലോ. വരും, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കറിയാലോ. ഓക്കെ, തീർച്ചയായിട്ടും. അത് എന്തായാലും ഇത് സുപ്രധാനമായൊരു വിധിയാണ് ഹൈക്കോടതിയുടെ വിധി, മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. അതിൻ്റെ തുടർച്ച എന്താവുമെന്ന് നമുക്ക് കണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ഇനി ആരും അപ്പീൽ പോയില്ലെങ്കിൽ അത് എന്നേക്കുമുള്ള ഒരു കീഴ്വഴക്കമായി തീരും. നിയമമായി അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരായിത്തീരും. അത് രാജ്യത്തിന് വലിയ ഗുണം ചെയ്യും. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.